സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊള്ളുകയാണ്. വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലും മത്സരം അതികഠിനമാണ്. നമ്മോടൊപ്പമുള്ളത് നിലമ്പൂരിന്റെ UDF സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്താണ്. അദ്ദേഹത്തിനാണ് വീണ്ടും പാർട്ടി ഈ ചുമതല ഉത്തരവാദിത്തം നൽകിയിട്ടുള്ളത്. പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം മണ്ഡലത്തിൽ സജീവമായി നടക്കുന്നതിൽ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. സർ സ്വാഗതം. എങ്ങനെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഉഷാറായിട്ട് പോകുന്നു, വളരെ സജീവമായിട്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ അതേ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് UDF തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് കേരളം ജയിക്കും UDF നയിക്കും എന്നുള്ള ഒരു ടാഗ്ലൈനോടുകൂടിയാണ്. പക്ഷെ നിലമ്പൂരിൽ നമ്മൾ അത് വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ട്. 200 ദിനം 200 കോടിയുടെ വികസനം എന്നുള്ള ഒരു ജനങ്ങളിലേക്ക് അത് വ്യത്യസ്തമൊന്നുമില്ല. അത് സ്റ്റേറ്റിന്റെ ടാഗ്ലൈനാണ്. അത് വെച്ചിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നത്. അത് സ്റ്റേറ്റ് ലെവൽ ക്യാമ്പയിനാണ്. അതിന്റെ പുറമെയാണ് നിലമ്പൂർ നമ്മൾ കാര്യം എന്ന് വെച്ചാൽ 8 മാസം എനിക്ക് അതാ പറഞ്ഞു നിലമ്പൂരിൽ മാത്രം നമ്മൾ 8 മാസം സമയം കിട്ടി. 8 മാസത്തിൽ എനിക്ക് കിട്ടിയത് 200 പ്രവൃത്തി ദിനങ്ങളാണ്. ആ 200 പ്രവൃത്തി ദിനങ്ങളിൽ 200 ചില്ലുവാനും കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഞാൻ ജൂൺ 23-ാം തീയതിയാണ് MLA സത്യപ്രതിജ്ഞ ചെയ്തത്. ജൂൺ 23-ാം തീയതിക്ക് ശേഷമുള്ള ഉത്തരവുകളെ കുറിച്ച് മാത്രം ഞാൻ പറയുന്നത്. ബൈപ്പാസിന് 55 കോടി ഉത്തരവ് വാങ്ങിച്ചു. അതിന് TS 35 കോടി വാങ്ങിച്ചു. മലയോര ഹൈവേക്ക് 43 കോടി വാങ്ങിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് കോളേജ് 13 കോടി. അതുപോലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ജൂൺ 23-ാം തീയതിക്ക് ശേഷം മാത്രം 247 കോടി കണ്ടെത്തിയിട്ടുണ്ട്. കോടി രൂപയുടെ പുതിയ ഉത്തരവുകൾ വാങ്ങിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാത്രമല്ല, കഴിഞ്ഞ UDFന്റെ ഭരണകാലത്ത് ഫ്രീ കൊണ്ടുവന്നതും LDF ഫ്രീസറിൽ വെച്ചതുമായ പദ്ധതികളാണ് ഓരോന്നോരോന്നായി പുറത്തെടുത്തത്. ഒരു സംശയം വേണ്ട, അതിൻ്റെ തുടർച്ചയാണ്. ആ തുടർച്ച പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ വോട്ട് ചെയ്തത്. ഇതൊന്നും നിലമ്പൂരിൽ വികസനമായിട്ടില്ല. ഇനിയും ഒരുപാട് 100% ഒന്നും ആയിട്ടില്ല. ഇനിയും നമുക്ക് കുറേ മുന്നോട്ട് പോകണം. അപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് ടൂറിസം പദ്ധതിയിൽ 10 പൈസ നമുക്ക് കിട്ടിയിട്ടില്ല. 10ന്റെ പൈസ കിട്ടിയില്ല. ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ് കനോലി പ്ലോട്ടിൽ. ആ തൂക്കുപാലം 2019 UDF ഭരണകാലത്ത് ഉണ്ടാക്കിയതാണ്. 2019 തകർന്നിട്ട് ഇതുവരെ അതൊന്നും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. ടീക്ക് മ്യൂസിയത്തിൽ ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ 100 കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് അവിടെ കിടക്കുന്നു. ആദിവാസികളുടെ പുനരധിവാസം ഒന്നും ആയിട്ടില്ല. നമ്മുടെ KNG റോഡ് മെയിൻ 450 കോടി രൂപയ്ക്ക് നമ്മൾ കൊണ്ടുവരണം. അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി. നമ്മുടെ മേപ്പാടി റോഡ് അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു. അത് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി, എവിടെ തിരുവമ്പാടിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇതിനൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ പ്രധാനമായിട്ടും ചോദിക്കണം, നമ്മുടെ KSRTC ഒരു കോംപ്ലക്സ് ഉണ്ട് അവിടെ. അത് ആര്യാടൻ മുഹമ്മദ് സാറ് കൊണ്ടുവന്ന ആ പദ്ധതിയാണ്. അത് ഇപ്പോഴും അങ്ങനത്തെ നടക്കും. ഒരു ഷോപ്പ് പോലും അവിടെ തുറക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അല്ലെ? അതിലൊക്കെ അത് കഴിഞ്ഞ് 2014 UDF ഗവൺമെന്റ് മാറിയതോടുകൂടി അത് അതേപോലെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുക. ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന സർക്കാരിന്റെ വികസന മുരടിപ്പ് തന്നെയാണോ പ്രധാനമായിട്ടും? അല്ല അത് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. UDF ഭരണകാലത്ത് കൊണ്ടുവന്ന പദ്ധതികൾ LDF വന്നോടുകൂടെ അതേപോലെ മൃതപ്രായമായി നിർത്തുക എന്ന് പറഞ്ഞ പിന്നെ ആരുടെ കുഴപ്പം, ആരുടെ പ്രശ്നം? തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ 2019 പ്രളയത്തിൽ നമ്മുടെ ആദിവാസി മേഖലയിൽ കുറെ വീടുകൾ നഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, അത് ആദിവാസി മേഖല അവരെ പുനരധിവാസം ഇതുവരെ സാധ്യമാക്കിയിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം അസംബ്ലിയിൽ ഞാൻ പറഞ്ഞു. ഒരു പ്രാവശ്യം മന്ത്രിയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിപ്പിച്ചു. ഒക്കെ നോക്കാം, ശരിയാക്കാം എന്ന് പറയില്ലാതെ അവർ ആ പ്ലാസ്റ്റിക് ഷീറ്റിൽ കഴിയാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. ഇപ്പോൾ അതുപോലെ തന്നെയാണ് വന്യമൃഗശല്യം. കർഷകർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ കർഷകർക്ക് മാത്രമല്ല, ജനങ്ങളുടെ ജീവന് വരെ ഭീഷണിയായി തുടങ്ങിയിട്ടുണ്ട്. അതെ, അതിനൊന്നും ഒരു പരിഹാരവും ഇല്ല. അവിടെ കുറച്ച് വർക്ക് ചെയ്യും, ഇവിടെ കുറച്ച് വർക്ക് ചെയ്യും. ഒരു സമഗ്രമായ പദ്ധതിയാണ് നമുക്കതിന് വേണ്ടി. ഈ വന്യമൃഗശല്യത്തെ തടയാനുള്ള സമഗ്രമായൊരു പദ്ധതി നിലമ്പൂരിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ. ഞാനിപ്പോൾ സമയക്കുറവുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വലിയൊരു ടാസ്ക്കാണ് ഗവൺമെന്റ് കോളേജിന് കെട്ടിടം പണിയാന്നുള്ളത്.
ഇത്രയും കാലമായിട്ടൊരു ഭൂമിയുടെ ഒരു കെട്ടിടം പണിയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ അതിന് കെട്ടിടം പണിയാണെങ്കിൽ ആ സ്ഥലം വേണ്ടേ? സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ വന്നതിന് ശേഷം കെട്ടിടം പണിക്ക് തന്നെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. 13 കോടി രൂപ കെട്ടിടം പണിക്ക് വേണ്ടി കിഫ്ബിയുടെ ഫണ്ട് പാസ്സാക്കി വെച്ചിട്ടുണ്ട്. സ്ഥലം എടുക്കാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്ഥലം എടുത്തു. ഇപ്പം അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ തവണയിലെ തങ്ങളുടെ ഒരു എതിരാളിയായിരുന്നു ദിവ്യ അൻവർ, കാരണം ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹം വാങ്ങിയ ഒരു 20,000-ഓളം വോട്ടുകൾ ഇപ്രാവശ്യം താങ്കൾക്ക് വോട്ട് ചെയ്യപ്പെടും. അല്ലാതെ പിണറായി വിരുദ്ധ വോട്ടുകളല്ലേ, അതാണല്ലോ അൻവർ പിടിച്ചത്. അത് ഇപ്പം എങ്ങോട്ട് പോകുന്ന വെച്ചാൽ അൻവർ ഇപ്പം UDFന്റെ ഭാഗമാണ്. അത് പിണറായി വിരുദ്ധ വോട്ടുകളാണ്. അതിൽ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത അതൊരു സ്വപ്നമാണ്. അത് UDFന്റെ ഭരണകാലത്ത് കൊണ്ടുവന്നത്. അതിന് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കിയതാണ്. അതിന് സർവേക്ക് വേണ്ടി ശ്രീധരനെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് 2 കോടി രൂപ പേയ്മെന്റ് കൊടുത്തു. LDF വന്നു. അത് നേരെ തലശ്ശേരിക്ക് കൊണ്ടുപോയി പാതി വഴിയിൽ നിൽക്കുക. അത് പുനഃസ്ഥാപിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്യാരണ്ടിയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് KSRTC. അപ്പോൾ നമ്മുടെ നിലമ്പൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല ഗ്രാമീണ മേഖലയിൽ രാമവണ്ടി പോലുള്ള സ്ഥലങ്ങളില്ല. അപ്പോൾ അത് അത്രയും ഈ ഒരു പദ്ധതി UDF ഭരണം വന്നാൽ, ഇങ്ങനെ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ നമ്മൾ KSRTC കൂടുതൽ സർവീസുകൾ എത്തിക്കേണ്ടത്. ഇപ്പം തന്നെ 54 സർവീസുകൾ ഉണ്ടായിരുന്നു UDF ഭരണകാലത്ത് നിലമ്പൂർ ഡെപ്പോയിൽ. ആ 54 സർവീസുകൾ ഇപ്പം 36 ചുരുക്കി വരും. ഇപ്പം ഞാൻ വന്നതിന് ശേഷം 9 സർവീസുകൾ പുനഃസ്ഥാപിച്ചു. ഇപ്പം അത് 45. മനസ്സിലായോ? ഇനിയും കുറെ സർവീസുകൾ നമുക്ക് കൊണ്ടുവരാം. നെടുങ്കയം പോലുള്ള ഇഷ്ടംപോലെ സർവീസുകൾ പലതും നിർത്തിവെച്ചു. അപ്പോൾ ഇനി എന്താണ് വോട്ടർമാരോട് നടത്തുന്നത്? വോട്ടർമാരോട് പറയാനുള്ളത്, നിലമ്പൂരിൻ്റെ സമഗ്ര വികസനത്തിന് ഒരു വലിയ കർമ്മ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. അതിൻ്റെ പേര് വികാസ് വിഷൻ 2040 എന്നാണ്. അതിലെല്ലാവരുടെയും സഹകരണം വേണം. നമുക്ക് 8 മാസമാണ് എനിക്ക് ലഭിച്ചത്. 8 മാസം കൊണ്ട് 200 ചില്ലാനം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. അതിന് തുടർച്ചയുണ്ടാവണം. ഇനി നിങ്ങൾ എന്നെ ജയിപ്പിച്ചയച്ചാൽ എനിക്ക് 8 മാസമല്ല ലഭിക്കുന്നത്, എനിക്ക് ലഭിക്കാൻ പോകുന്നത് 5 വർഷമാണ്. ആ 5 വർഷം നമുക്ക് നിലമ്പൂരിൻ്റെ സമഗ്ര വികസനത്തിൻ്റെ വർഷമാക്കി നമുക്ക് മാറ്റണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം. എൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നിലമ്പൂരിന് വേണ്ടി നിലമ്പൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ നഗരസഭാ ചെയർമാൻ. നിലമ്പൂരിനെ അറിയുന്ന വ്യക്തിയാണ്. നിലമ്പൂരിൽ ജനിച്ചു വളർന്ന് നിലമ്പൂരിൽ പൊതുപ്രവർത്തനം നടത്തി നിലമ്പൂരിന്റെ ഓരോ ആവശ്യങ്ങളും അറിയുന്ന വ്യക്തിയാണ്. അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ ഈ സ്വപ്നങ്ങളെല്ലാം നടപ്പിലാക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു ഡിയർ.